നെക്സ്റ്റ് നമുക്ക് ചില മാത്തമാറ്റിക്കൽ ഫംഗ്ഷൻസിനെ ഒന്ന് പരിചയപ്പെടാം. സിലക്ട് പവർ 2,3 പവർ ഫംഗ്ഷൻ ആണ് 2 ക്യൂബ്, അപ്പൊ 8 ആണ് നമുക്ക് കിട്ടുക. പിന്നെ അതുപോലെ വരുന്ന വേറൊരു കാര്യം റൗണ്ട് ഫംഗ്ഷൻ ആണ്. റൗണ്ട് ഫംഗ്ഷനിൽ 454.352, 2 എന്ന് പറഞ്ഞാൽ ഡെസിമൽ പോയിന്റ് കഴിഞ്ഞ് 2 ഡിജിറ്റ്സേ പാടുള്ളൂ എന്നർത്ഥം. ഇനി സിലക്ട് റൗണ്ട് 454.352, 0 എന്ന് പറഞ്ഞു കഴിഞ്ഞാൽ നമ്മളിവിടെ ആ ഡെസിമൽ പോയിന്റ് കഴിഞ്ഞിട്ടുള്ള ഭാഗം ശ്രദ്ധിക്കുക. എന്നിട്ട് നമ്മളിവിടെ ഈ പോയിന്റ് കഴിഞ്ഞ് ആ മുമ്പിലുള്ള ഭാഗമല്ലേ അത് മാത്രം ആണ് നമ്മൾ നോക്കേണ്ടത്. 0 എന്ന് പറയുമ്പോൾ ഡെസിമൽ പോയിന്റ് പ്രിന്റ് ചെയ്യരുത്. ഇനി അത് കഴിഞ്ഞാൽ ഇവിടെ നമുക്ക് പറയാനായിട്ടുള്ളത് എന്താന്ന് വെച്ചാൽ സിലക്ട് റൗണ്ട് 454.352, -1. ഈ -1 വരുമ്പോൾ എന്താ ഉണ്ടാവണമെന്ന് വെച്ചാൽ നമുക്ക് ഇവിടെ ഈ ഫസ്റ്റ് ഡിജിറ്റ് നോക്കാം. ഈ ഫസ്റ്റ് ഡിജിറ്റ് നോക്കിക്കഴിഞ്ഞാൽ അതിവിടെ 454 ഈ 4 ആണ് ഇരിക്കുന്നത്. അപ്പോൾ ശരിക്കും പറഞ്ഞാൽ ഇത് -1 ആണെന്ന് കൺസിഡർ ചെയ്യുക, ഇത് -2, ഇത് -3 എന്ന് വിചാരിക്കുക. അങ്ങനെയാണെങ്കിൽ -1 എന്ന് പറയുമ്പോൾ ഈ ഫസ്റ്റ് ഡെസിമൽ പോയിന്റിന്റെ തൊട്ട് മുന്നേയുള്ള പ്ലേസ് 0 ആക്കുകയാണ് ചെയ്യുന്നത്. അതേപോലെ തന്നെ നമുക്കിപ്പോൾ റൗണ്ട് 454.352, -2 എന്നാണ് പറഞ്ഞത്. അപ്പൊ എന്താ വരിക വെച്ചാൽ ഇത് -1, ഇത് -2. ഇവിടെ പക്ഷെ ശ്രദ്ധിക്കേണ്ട കാര്യം എന്താ വെച്ചാൽ 5 ആണ് വന്നിട്ടുള്ളത്. അപ്പൊ ഒന്നുകിൽ 5 അല്ലെങ്കിൽ >5 വന്നാൽ അത് കഴിഞ്ഞ് നമുക്ക് തൊട്ടിപ്പുറത്ത് വരണ നമ്പർ ഇല്ലേ അതിലേക്ക് നമ്മൾ 1 ആഡ് ചെയ്യണം. അതായത് ഇതിലിപ്പോ 5 വന്നത് കൊണ്ട് ഈ 4 എന്നുള്ള നമ്പർ ഡിസ്പ്ലേ ചെയ്യുന്ന സമയത്ത് 5 ആക്കുക. പിന്നെ -2 ആയതുകൊണ്ട് ഈ രണ്ടെണ്ണം 0 ആക്കുക. അങ്ങനെയാണ് ഇത് 500 ആകുന്നത്. അപ്പോൾ റൗണ്ട് ചെയ്യുന്ന സമയത്ത് ശ്രദ്ധിക്കേണ്ട കാര്യം നമുക്കൊരു ഷോർട്ട് കട്ട് മെത്തേഡാണ് ഈ പറയുന്നത്. നമ്മളിപ്പോൾ ഡെസിമൽ പോയിന്റ് വരുമ്പോൾ ഡെസിമൽ പോയിന്റിന്റെ തൊട്ട് മുൻപുള്ളത് എപ്പോഴും -1, -2, -3 അങ്ങനെ കൺസിഡർ ചെയ്യുക. ഡെസിമൽ പോയിന്റ് കഴിഞ്ഞിട്ടുള്ളത് 0, 1, 2 അങ്ങനെ മനസ്സിലുണ്ടെങ്കിൽ നമുക്ക് ഇങ്ങനെ ചെയ്യാനായിട്ട് എളുപ്പമായിരിക്കും. മാത്രമല്ല പിന്നെ നോക്കേണ്ടത് നമുക്ക് ആ -1 എന്ന് പറഞ്ഞാൽ നമുക്ക് എപ്പോഴും ഡെസിമൽ പോയിന്റ് കഴിഞ്ഞ് ഡെസിമൽ പോയിന്റിന് മുന്നുള്ള തൊട്ട് മുന്നുള്ള ഡിജിറ്റ് ആണ്. പിന്നെ നോക്കേണ്ടത് ആ ഡിജിറ്റ് എന്ന് പറയുന്നത് 5നേക്കാൾ വലുതാണോ ചെറുതാണോ എന്നുള്ളതാണ്. 5നേക്കാട്ടിലും വലുതാണെങ്കിൽ മാത്രം അതിന്റെ തൊട്ട് മുൻപ് നമ്മൾ എടുക്കുന്ന ഡിജിറ്റ് ഒന്ന് ആഡ് ചെയ്യുക. 5നേക്കാൾ ചെറുതാണെങ്കിൽ നമ്മൾ നോക്കേണ്ട കാര്യമില്ല. അപ്പൊ അങ്ങനെയാണ് ഇവിടെ 500 വരുന്നത്. ഇനി സിലക്ട് മോഡ് എന്ന് പറഞ്ഞിട്ടൊരു ഫംഗ്ഷൻ ഉണ്ട് മാത്തമാറ്റിക്കൽ ആയിട്ട് 11,3. അപ്പൊ നമ്മൾ എന്താ ചെയ്യുക, റിമൈൻഡർ ആണ് എടുക്കുന്നത്, അപ്പൊ 2 എന്ന് പറയാൻ പറ്റും. അപ്പൊ ഇതുപോലെ റിമൈൻഡർ കണ്ടുപിടിക്കാനായിട്ടുള്ള ഫംഗ്ഷനാണ് മോഡ് എന്ന് പറയുന്നത്.